ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒന്നും തന്നില്ലെന്ന് വേണ്ട, എന്റെ കയ്യിൽ ആകെ ഒരു മിഠായി ഉള്ളു. എല്ലാരും ഷോളൊക്കെ ഒരു മിഠായി ഉള്ളല്ലേ? അങ്ങേ കോർപ്പറേഷൻ അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങേ കോർപ്പറേഷൻ മേയറാണ്ട് ഈ മിഠായി അപകടമല്ലെന്ന് ഞാൻ മനസ്സിലായി. ഇല്ലില്ല, ഒരു അപകടമില്ല. കാര്യം ഇത് നമ്മള് പാറശാലയിലൊക്കെ പോയപ്പോഴേ കൂളൊന്നൊരു മിഠായി കുട്ടികൾ കൊടുക്കും, ചെറിയ കുട്ടികൾക്ക്. അത് ലഹരി കലർത്തിയിരിക്കുക. അതുപോലെ ചോക്ലേറ്റ്. അത് ഇവിടെ അവിടെ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലും ഒക്കെ കണ്ടു, തിരുവല്ലയിലും കണ്ടു. എല്ലായിടവും കൂൾ മിഠായി ഉണ്ട്. അപ്പം എന്തായാലും നമ്മുടെ അനിൽകുമാർ മേയർ ഒരിക്കലും അല്ല, ഇത് ഈ കാഴ്ച ഉണ്ട്. പ്രതിപക്ഷ നേതാവും മേയറും ഒരുമിച്ചാണ് നിൽക്കുന്നത് കോർപ്പറേഷനിൽ രണ്ടുപേരും. നമ്മുടെ നല്ല സന്ദേശം കൂടി. ഞങ്ങൾ മിക്കവാറും കാര്യങ്ങളിൽ ഒന്നാണ്. രാഷ്ട്രീയം വരുമ്പോ പ്രശ്നമാണ്. അത് ശ്രീകണ്ഠൻ നായർ ഞങ്ങളെ കൗൺസിൽ ഹോളിൽ കയറ്റി ഇരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കണ കാണാൻ പറ്റും. കൗൺസിൽ ഹോളിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമാണ്. അത് വേണം. ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ച് മാത്രമല്ല, കൊച്ചി നഗരത്തെ കുറിച്ചും കൊച്ചിയില് പഴയ കൊച്ചി അല്ലെന്നൊക്കെ നമ്മൾ സിറ്റി പോലീസ് കമ്മീഷനോട് ചോദിച്ചു കേട്ടോ. ഇപ്പോൾ അപ്പോൾ എന്താണ് കോർപ്പറേഷൻ എടുക്കുന്ന ജാഗ്രത? കാരണം നമ്മൾ ലേറ്റായി, പക്ഷെ നമ്മൾ അതിലൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പം റെയ്ഡൊക്കെ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ കുറച്ച് കൂടുതൽ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നു എന്നൊക്കെ പറയുന്നു. എന്ത് ജാഗ്രതയാണ് നമ്മൾ കോർപ്പറേഷൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്? അല്ല, ജാഗ്രത എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യവും നഗരസഭയും പോലീസും കളക്ടറും 3 പേരും കൂടി ഒരുമിച്ച് ഒരു ആക്ഷനുമായി മുന്നോട്ട് പോവുകയാണ്. കമ്മീഷണർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്നെ നേരത്തെ തന്നെ ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പൊരിക്കൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ ഡേറ്റ് ചോദിച്ചു, പക്ഷെ അന്നത്തെ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടൊരു തീരുമാനിച്ച ഡേറ്റിൽ അദ്ദേഹത്തിന് മറ്റെന്തോ ഒഫീഷ്യൽ പ്രോഗ്രാം വന്നു. ഞാനും കളക്ടറും ഒരുമിച്ചിരുന്നു, DCP ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകാൻ പോവുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പോലീസിന് മനസ്സിലാവാത്ത പല കാര്യങ്ങളും ജനപ്രതിനിധികൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഏറ്റവും താഴെ തട്ടിലുള്ള ജനപ്രതിനിധിക്ക് മനസ്സിലാവും. ഒരു കൗൺസിലർക്ക് ഒരു നാടറിയണത് പോലെ ഒരിക്കലും ഒരു MLA ക്ക് പോലും അറിയാൻ പറ്റില്ല. കാരണം അയാൾക്ക് വളരെ കൃത്യമായി അതിന്റെ പോക്കറ്റ്സ് എവിടെയാണ് സംഭവിക്കുന്നത്, എന്താണ് പ്രശ്നം, പോലീസിന്റെ പ്രവർത്തനത്തിൽ, എക്സൈസിന്റെ പ്രവർത്തനത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഞങ്ങൾ മുൻകൈ എടുക്കുന്നത്. ഞങ്ങൾ 1-2 തവണ ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ വർഷം ശ്രമിച്ചതാണ്. പക്ഷെ അത് പൂർണ്ണ വിജയത്തിൽ എത്തിയില്ല. കാരണം അതിൽ പോലീസിന്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഞാൻ അതിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. വേറൊന്നുമല്ല, മുഖ്യമന്ത്രി സമയമല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആക്ട് ചെയ്യണം. അതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് എല്ലാ നഗരങ്ങളിലെയും ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധ്യക്ഷന്മാർ ചെയ്യണം എന്നുള്ള. അപ്പോൾ സ്വാഭാവികമായി ഈ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ MLA ഈ കാര്യത്തിൽ വളരെ താല്പര്യം കൊടുക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ എറണാകുളം MLA സുഹൃത്തായിട്ടുള്ള ശ്രീ TJ വിനോദ്. ഞാനതിൽ പാർട്ടി പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഈ പ്രവർത്തനങ്ങൾ, കൊച്ചി കോർപ്പറേഷനിൽ 4 MLA മാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നങ്ങളെ മറികടക്കണം. റെസിഡൻസ് അസോസിയേഷനുകളുടെ പങ്ക് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് മറികടക്കാൻ കഴിയും. നമ്മൾ പുകവലി നമുക്ക് പഴയ കോവിഡ് വരെ മറികടന്നവരാണ്. അപ്പൊ നമുക്ക് മറികടക്കാൻ പറ്റും. ഏപ്രിൽ 20 ഇത് കാസർഗോഡ് അവസാനിക്കുകയാണ് ഈ യാത്ര. അപ്പൊ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ യാത്ര തുടങ്ങുമ്പോൾ താങ്കൾക്ക് അറിയുന്നില്ല, മുഖ്യമന്ത്രിയുമായി ഒരു തത്സമയ ഇന്റർവ്യൂ കൊടുത്തിട്ടാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. അന്ന് അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു റിപ്പോർട്ട് നമ്മൾ അങ്ങേക്ക് തരും. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും വേണം. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഉറവിടങ്ങൾ ഉൾപ്പെടെയുള്ള രഹസ്യ സ്വഭാവമുള്ള പേജുകളൊക്കെ അതിലുണ്ടാവും. അത് നമ്മൾ പരിചയപ്പെടുത്തില്ല. അത് ആഭ്യന്തര വകുപ്പിന് മാത്രമുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ അങ്ങ് മുഖ്യമന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൊച്ചി കോർപ്പറേഷൻ മേയർ ബിയോണ്ട് പാർട്ടി പൊളിറ്റിക്സ് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മുടെ ഗവേഷണ വിഭാഗം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അല്ല, മുഖ്യമന്ത്രിയെ ഞാനൊന്നും ശ്രദ്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം നല്ല ധാരണയുള്ള ആളാണ്. അദ്ദേഹം നമ്മുടെ എല്ലാം മുകളിൽ ഇരിക്കുന്ന ആളാണ്, കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നയാളാണ്. അദ്ദേഹത്തോട് നമ്മൾ പറയാൻ പോകുന്നത്, ഞങ്ങളിങ്ങനെ ഒരു പരിശ്രമം പോലീസും എല്ലാമായി ചേർന്ന് നടത്തുകയാണ്. പരിപൂർണമായി ആഭ്യന്തര വകുപ്പിന്റെ ഒരു പിന്തുണ തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അല്ല, അങ്ങ് കൊച്ചി മേയർ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ശ്രദ്ധപ്പെടുത്താനുള്ള ഒരു കാര്യം എന്ന് പറയും, ഈയിടെ ഹിന്ദു പത്രത്തിൽ 8 കോളത്തിലൊരു ടൈറ്റിൽ വന്നു, കേരള ദ ട്രക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. വലിയ ഡാമേജിങ് ടൈറ്റിലാണത്. അപ്പം നമുക്ക് കൊച്ചിയെക്കുറിച്ച്, ഈ കൊച്ചി നഗരത്തെക്കുറിച്ച്, നഗരം വല്ലാതെ വളരുന്നു. തീർച്ചയായിട്ടും നഗരം വളരും, അതിൻ്റെ കീഴിൽ ചില അധോലോകങ്ങളും വളരും എന്നുള്ള സ്വാഭാവികം എല്ലാ നഗരത്തിൻ്റെ ചരിത്രത്തിലുണ്ടത്. എന്നാൽ ഈ കൊച്ചിയിൽ ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട്, ബംഗാളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പല ആസാം ഒക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചി കുറച്ച് കൂടുതൽ പ്രിക്കോഷൻ എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങയുടെ അടുത്ത ഒരു 2-3 മാസത്തേക്ക്, പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നത് 90 ദിവസം കൊണ്ട് ഇത് അവശേഷിച്ച് മുഖ്യമന്ത്രിക്കും അതാണ് താല്പര്യമെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഒരു അടുത്ത 90 ദിവസം നിങ്ങൾ നടത്താൻ പോകുന്ന ചടുലമായ നടപടികൾ? അല്ല, നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഒരു മറുപടി, ആ ചോദ്യത്തിലുള്ള ഒരു മറുപടി കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. കേരളം കോവിഡിന്റെ കാര്യം പറഞ്ഞില്ലേ, 57 ഐക്യ കേരളം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതിശീർഷ മരണനിരക്കൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ ശിശു മരണനിരക്കൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ ജീവിത ദൈർഘ്യം ഒന്ന് നോക്കിയാൽ മതി. നമ്മളെല്ലാവരും കൂടി ചേർന്ന്, ആരെങ്കിലും ഒരാൾ മാത്രമല്ല, കഴിഞ്ഞ 10-60 കൊല്ലം കൊണ്ട് കേരളം എന്താണ് നേടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ കാര്യവും നമുക്ക് തീർച്ചയായിട്ടും നേടാൻ കഴിയും. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ശ്രീകണ്ഠൻ നായർക്ക് ധൈര്യമായിട്ട് കൊച്ചി നഗരം വിട്ടുപോകാം. ഞാൻ അതാണ് അതിന് മുമ്പേ വന്നത്.
അതായത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകും. ഒരു കൈ കുരീത്രനെ കൂടി വെച്ചോ. ഇതൊക്കെ നിങ്ങൾക്ക് കൊച്ചിയിൽ മാത്രമേ കിട്ടുള്ളൂ, വേറെ എവിടെയും രണ്ടുപേരെ കൈ ഒരുമിച്ച് കിട്ടില്ല. അതെ 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 നേരത്തെ ഞാൻ പറഞ്ഞ ഈ നമ്മൾ RRT സംഘം ഉണ്ടല്ലോ കോവിഡിന് അതെ 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 അത് ഇതിന് വേണ്ടി പോലീസിന്റെ എക്സൈസിനെ ഉൾപ്പെടുത്തിയിട്ട് വേണ്ട സംഘടനക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊന്ന് വിപുലീകരിച്ച അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ആവർത്തിക്കുകയാണ്. അതാണ് എന്റെ ശരി. അദ്ദേഹം പറഞ്ഞ നിർദ്ദേശം ഞാൻ അത് മനസ്സിൽ അങ്ങനെ തന്നെ എടുക്കുകയാണ്. നിങ്ങളൊന്ന് ഉറക്കം വളച്ചാൽ കൊച്ചി നഗരത്തിലെ ആൾക്കാർ സുഖമായിട്ട് ഉറങ്ങും. അതെ, അല്ല ഞങ്ങൾ ഉറങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് കോവിഡ് കാലത്ത് ഉണ്ടാക്കിയ ഒരു RRT ഉണ്ട് എല്ലാ ഡിവിഷനിലും. ആ RRTയിൽ എക്സൈസിനെയും പോലീസിനെയും കൂടി ഒരു പങ്കാളിത്തത്തോടുകൂടി ഡിവിഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പോ അങ്ങേക്ക് ശ്രീകണ്ഠൻ നായർ ഇതിനേക്കാൾ പ്രായമുള്ള ഒരാളായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ യാത്രയോട് തുടങ്ങി അല്ല കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു 5 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. മിക്കവാറും കുറയും, മൊത്തം കുറയും. അതെ, മൊത്തം അപ്പൊ ഓക്കെ, യാത്ര കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ 150 അമ്മ യങ് ഓണ്ടർപ്രണർ ആണല്ലോ. കേട്ടോ, ആൾക്കാരെ വളച്ചെടുക്കാൻ എടുക്കണ കിടിലമല്ല 150 അമ്മമാര് ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങൊന്നും കയറി കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ അമ്മ ഇവിടെ പേരെന്താ? എവിടുന്ന അമ്മ വന്നത്? ഇതിനായിട്ട് വന്നാണോ? അപ്പൊ ഞാൻ അവിടെ കൂടെ അമ്മ ഒരമ്മ ക്യാമറമാൻ വരൂ. ആ വയ്യാത്ത 2 അമ്മമാര് ഇതിൽ പോകുന്നു. 3 അമ്മമാരുണ്ടല്ലോ. എന്താ പേര്? കടൽ കണ്ടിട്ടുണ്ടോ ഇതുവരെ? അമ്മ കടൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മയുടെ പേരെന്താ? ആ, അമ്മയുടെ പേരോ? ഓ, അമ്മയുടെ പേരെന്ത്? അപ്പൊ അമ്മ കടൽ കാണാൻ തീരുമാനിച്ചു വന്ന അറബിക്കടൽ അതിന്റെ സർവ്വ ശക്തിയിലും മനോഹാരിതയിലും അമ്മയ്ക്ക് കാണാം. പോട്ടെ, വണ്ടി പോട്ടെ. ഈ ബോട്ടിലല്ലേ? അപ്പൊ രണ്ട് ബോട്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് അമ്മമാരെല്ലാം അകത്ത് കയറി കഴിഞ്ഞു. അമ്മമാരുടെ യാത്രയെ കുറിച്ച് ഒന്നുകൂടെ നമുക്ക് കാണാം. മേയറൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. മേയർ പ്രതിപക്ഷം